നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വരുന്ന ആ റോഡിനൊരു പേരുണ്ട്. പുന്നൻ റോഡെന്നാണ് ആ റോഡിൻ്റെ പേര്. മേരി പുന്നൻ ലൂക്കോസിൻ്റെ പേരിലാണ് ഈ റോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറലായിരുന്നു മേരി പുന്നൻ ലൂക്കോസ്. 1924 തിരുവിതാംകൂറിൻ്റെ മെഡിക്കൽ സംവിധാനങ്ങളുടെ മേധാവിയായി അവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അധീനതയിൽ 1924 32 സർക്കാർ ആശുപത്രികൾ, 40 സർക്കാർ ഡിസ്പെൻസറികൾ, 20 സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. 1896 സ്ഥാപിച്ച സിവിൽ ആശുപത്രിയാണ് പിൽക്കാലത്ത് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയായത് 1896. 1818 മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഡിസ്പെൻസറി ആരംഭിക്കുന്നത് 1818. 1812 പരിശീലനം ലഭിച്ച 6 അച്ചുകുത്തുപിള്ളമാർ, അതായത് വാക്സിനേറ്റർമാരുടെ പഴയ പേരാണ്. അന്ന് കൊച്ചിയിൽ അച്ചുകുത്തുപിള്ളമാർ 6 പേരെ 12 നിയമിച്ചിട്ടുണ്ടായിരുന്നു സാർ. 1877 തിരുവിതാംകൂറിൽ റോയൽ പ്രൊക്ലമേഷൻ വഴി വാക്സിനേഷൻ ആരംഭിച്ചു. ഇത്രയും ഞാൻ പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം പൊതുജനാരോഗ്യത്ത് എത്രമേൽ മുന്നിട്ട് നിന്നിരുന്നു എന്ന ചരിത്ര വസ്തുത ഈ സഭയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സാർ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1930കളുടെ അവസാനമല്ലേ? നമ്മുടെ ആതുരാലയങ്ങളെ സംബന്ധിച്ച് അടുത്തിടെ വന്ന ചില മാധ്യമ വാർത്തകൾ. സാർ, മനോരമ എഡിറ്റോറിയൽ, അത്യാസന്ന നിലയിൽ ഒരു മെഡിക്കൽ കോളേജ്, കോഴിക്കോടിൻ്റെ അഭിമാന സ്ഥാപനം ഇത്തരത്തിലാകരുത്. അങ്ങ് പറഞ്ഞ പോലെ ഒരുപാട് കാലം മുമ്പ് വന്ന എഡിറ്റോറിയലൊന്നുമല്ല. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയുടെ ഗുണനിലവാരത്തിൻ്റെ പ്രധാന അളവുകോൽ സർക്കാർ മെഡിക്കൽ കോളേജുകളാണെന്ന് പറയാം. ആരോഗ്യ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നോക്കിയാൽ മതി. വാഹനാപകടത്തിൽ ഒടിഞ്ഞ കാലുകൾക്ക് ശസ്ത്രക്രിയ നടത്താൻ കഴിയാതെ ആഴ്ചകളോളം കിടക്കയിൽ തള്ളി നീക്കേണ്ടി വരുന്നവർ, അർബുദത്തിന്റെ വേദനയും പേറി മെഡിക്കൽ കോളേജിലെ ന്യായവില ഷോപ്പിന് മുന്നിൽ മരുന്നിന് കാത്തുനിന്ന് നിരാശയോടെ മടങ്ങുന്നവർ, ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായ മരുന്നും കിറ്റുകളും പുറത്തുനിന്ന് സ്വന്തം പണം മുടക്കി വാങ്ങി ഡോക്ടറെ കാണാനെത്തുന്നവർ, ആരോഗ്യരംഗത്ത് നാം കൊട്ടിഘോഷിച്ചു പോരുന്ന കേരള മോഡൽ അത്യാസന്ന നിലയിലാണിവിടെ. കോടികളുടെ കുടിശ്ശികയും ജീവനക്കാരുടെ ക്ഷാമവും മൂലം അടിയന്തര ചികിത്സ ആവശ്യമായ സ്ഥിതിയിലാണ് മലബാറിലെ രോഗികളുടെ പ്രധാന ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോടിന് പുറമെ കാസർഗോഡ്, വയനാട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുവരെ വിദഗ്ധ ചികിത്സയ്ക്കായി റഫർ ചെയ്യപ്പെട്ടെത്തുന്ന രോഗികൾ നിരാശരായി മടങ്ങുന്നത് കാണാത്തത് അധികൃതർ മാത്രമായിരിക്കും. മനോരമയുടെ കുഴപ്പമാണെന്ന് ആരോ അവിടുന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ട് കേട്ടു. ഇനി മാതൃഭൂമി പറയാം, ആശങ്കയായി മുണ്ടിനീര്. ആരോഗ്യ കേരളത്തിന് ആശങ്ക പകരുന്ന വിധത്തിലാണ് മുണ്ടിനീര് വ്യാപകമാകുന്നത്. സാർ, 2024 ജനുവരി മുതലുള്ള 14 മാസങ്ങളിൽ 74,300 കുട്ടികൾക്കാണ് മുണ്ടിനീര് ഈ സംസ്ഥാനത്ത് പിടിച്ചത്. സാർ, ഈ കഴിഞ്ഞ ഒരു വർഷവും ഈ 2 മാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉടനെയാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കോട്ടയം ജില്ലയിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടുകയാണ് മുണ്ടിനീര് വ്യാപിക്കുന്നതിന്റെ പേരിൽ. ബഹുമാനപ്പെട്ട സിദ്ദിഖ് അംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഇവിടെ അങ്ങ് പറഞ്ഞു മാതൃഭൂമിയും കുഴപ്പമാണെന്ന് പറഞ്ഞു. സാർ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 6 വർഷത്തിനിടെ 301 ഡെങ്കിപ്പനി മരണം, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേരള കൗമുദി. കുഴപ്പമാണോ? പണമില്ല മരുന്നിന് പോലും മാധ്യമം, അതും കുഴപ്പമാണോ? ഇനി ബാക്കി സുപ്രഭാതം ഇങ്ങനെ തുടങ്ങി ഓരോ പത്രങ്ങളും വായിക്കാം. ദേശാഭിമാനി മാത്രം വായിക്കുന്നുണ്ടുള്ള പ്രശ്നമാണ്. ബാക്കി പത്രം കൂടെ വായിച്ചാൽ ഈ രോഗത്തിന് ചികിത്സയുണ്ട്. രക്താർബുദ ചികിത്സക്കിടെ HIV പോസിറ്റീവായി. സാർ, രക്താർബുദ ചികിത്സക്കിടെ HIV പോസിറ്റീവായി നഷ്ടപരിഹാരം നൽകുമ്പോൾ പത്രങ്ങളൊന്നുമല്ല ചോദിച്ചത്, ഹൈക്കോടതിയാണ്. സാർ, ഒറ്റപ്പെട്ട സംഭവം എന്ന് കരുതി എഴുതിത്തള്ളാൻ കഴിയുന്ന കാര്യമാണോ സാർ? സാർ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിലാസിനി എന്ന രോഗി, അവര് ഈ ഗർഭപാത്രം നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആശുപത്രി പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയയിൽ ഒരു പിഴവുണ്ടായി. അത് കുടലിന് അവർക്ക് മുറിവ് പറ്റി. അതിനുശേഷം വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസ് ട്രബിൾ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. യഥാസമയം ചികിത്സിച്ചില്ല. പിന്നീട് വെന്റിലേറ്ററിലേക്ക് അവരെ മാറ്റി.
കുടുംബാംഗങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടിയില്ല. അവർ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാമെന്ന് അധികൃതരോട് പറഞ്ഞു, അതിനെ അനുവദിച്ചില്ല. ഒടുവിൽ അവർ ആ കുടലിലെ അണുബാധ കരളിലേക്ക് ബാധിച്ച് അവർ മരണപ്പെടുകയാണുണ്ടായത്. ഗർഭപാത്രം നീക്കം ചെയ്യാൻ വേണ്ടി ചെന്ന് കുടലിനായി കരളിനായി അവർ മരണപ്പെട്ടു. സാർ, അങ്ങ് എന്ത് അർത്ഥത്തിലാണ് ഒരുപാട് വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു? അങ്ങ് തന്നെ ഒരു ഡേറ്റ് ഇവിടെ പറഞ്ഞായിരുന്നു, 15/3/2025 എന്ന് പറഞ്ഞ ഒരുപാട് വർഷം മുമ്പാണോ സാർ? സാർ, ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗനിർണയത്തിന് അയച്ച സാമ്പിളുകൾ ആക്രിക്കാരന്റെ കയ്യിൽ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് സാർ. സാർ, ഈ ശസ്ത്രക്രിയ നടത്തിയവരുടെ രോഗനിർണയം നടത്തുന്നതിനാണ് സ്പെസിമെനുകൾ പാത്തോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നത്. ക്യാൻസർ അടക്കമുള്ള ഗുരുതര രോഗങ്ങൾ നിർണ്ണയിക്കാൻ ഈ സ്പെസിമെനുകൾ തുടർ പരിശോധനയ്ക്ക് അയക്കുന്നു. ഇതാണ് ആക്രിക്കാരന്റെ കയ്യിലെത്തിയത് സാർ. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഒരു നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവസാനിക്കുകയാണ് സാർ. സാർ, ഇവിടെ നമ്മുടെ MLA ഹൗസിലെ ഒരു ജീവനക്കാരനുണ്ട് സാർ, രവീന്ദ്രൻ നായർ. നമുക്കെല്ലാം അറിയുന്ന ആളാണ്. നമ്മുടെ അസിസ്റ്റന്റ് മാനേജറുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ YF-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ് സാർ. CP-യുടെ ലോക്കൽ സെക്രട്ടറിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ ഈ പാവം കുടുങ്ങിക്കിടന്നത് 42 മണിക്കൂറാണ് സാർ. സാർ, 42 മണിക്കൂർ ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ട് ഒരാൾ അന്വേഷിക്കാനുണ്ടായില്ല. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാ, ഒരുപാട് അകലെ, ഒരുപാട് കാലം മുമ്പ് നടന്നൊന്നും അല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചു സാർ. അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ആ ഇരുണ്ട വെളിച്ചത്തിൽ ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞിട്ടും ആരും അന്വേഷിച്ച് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ബോധം മറയുമെന്ന ഒരു ഘട്ടത്തിൽ ഭാര്യയ്ക്ക് അദ്ദേഹം മരണമൊഴി എഴുതി വെച്ചു സാർ, കയ്യിലുണ്ടായിരുന്ന ചെറിയ കടലാസിൽ. ആ രവീന്ദ്രൻ നായർ സാർ, ഇത് 42 മണിക്കൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിപ്പോയിട്ട് അറിഞ്ഞില്ല, ആരും തിരക്കിയില്ല, ആരും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ 12-13 മിനിറ്റ് ഇനി അവതരിപ്പിക്കുന്ന അടിയന്തര പ്രമേയത്തിന്റെ പോലും ആവശ്യമില്ല സാർ. ഈ ഒരൊറ്റ സംഭവം ഈ ഉത്തരവാദിത്ത രാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ സാർ? സാർ, ഇവിടെ ചാലക്കുടിയിലെ ശ്രീ സനീഷ് കുമാർ MLA പറഞ്ഞു, അനീറ്റ 10 വയസ്സുള്ള പെൺകുട്ടി അടുത്താണ് വയറുവേദനയുമായിട്ട് ആശുപത്രി ചെന്നു, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് അവിടേക്ക് കുറിപ്പ് കൊടുത്ത് അയച്ചു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഗ്യാസിന്റെ ഗുളിക കൊടുത്ത് തിരിച്ചയച്ചു, കുട്ടി മരണപ്പെട്ടു. സാർ, ഇങ്ങനെ ഈ അടിയന്തര പ്രമേയത്തിൽ ഈ വീഴ്ചകളെല്ലാം കൂടെ പറയാൻ സമയം അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെച്ചാൽ ഞാനിവിടെ നിന്ന് സംസാരിക്കാം, ചർച്ച ചെയ്യാം. ഇത് കുറച്ച് സമയം ഉള്ളത് കൊണ്ട് മാത്രമാണ് സാർ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയത്. സാറ്, നമ്മൾ പ്രാഥമിക ആരോഗ്യ രംഗത്ത് മികച്ചു നിന്നിരുന്ന കേരളം ഇന്ന് വേറൊരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തേക്ക് വരികയാണ്. അതായത് രോഗികൾ സ്വകാര്യ ആശുപത്രികളെ കൂടുതലായി ആശ്രയിക്കുമ്പോഴാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉണ്ടാകുന്നത്. അവിടെയോ ഈ സ്വകാര്യ ആശുപത്രികൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നിലവിലുണ്ടെങ്കിൽ പോലും അത് ആ രോഗികളെ അവർ കൊള്ളയടിക്കുകയാണ് സാർ. സാർ, ഇവിടെ ഈ പകർച്ചവ്യാധി പ്രതിരോധമെല്ലാം പാളുകയാണ്. സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ആശാമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകണം സാർ. സാർ, ഇവിടെ പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ താളം തെറ്റുകയാണ്. ഈ വാർഡ് വഴി വിതരണം ചെയ്യുന്ന 10,000 രൂപ കേന്ദ്ര സർക്കാർ ഗുരുതരമായി വീഴ്ച വരുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ബദൽ കണ്ടെത്തുന്നില്ല. പകരം എന്താണ്? വാർഡ് തല ശുചിത്വ സമിതികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുകയാണ്. ആശാപ്രവർത്തകരുടെ അഭാവം പ്രോഗ്രാമുകളുടെ താളം തെറ്റുന്നതിന് കാരണമാകുന്നുണ്ട് സാർ. ഇവിടെ ആരോ പറയുന്നത് കേട്ടു, അവിടുത്തെ സമരം അവർ തള്ളിപ്പറയുന്നതിന്റെ ഒരു കാരണമായി പറഞ്ഞത് അവിടെ 400 ആശമാരെ പങ്കെടുക്കുന്നുള്ളൂ എന്നാണ്. സാർ, ഇനി 20 അല്ല, ഞാൻ പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ ആശാക്കാരും പറയാൻ പറ്റും സാർ. ഞാൻ അര സെക്കൻഡ് അതുകൊണ്ട് പറയാം, അങ്ങനെ ഔട്ട് വന്നതേ പറയത്തുള്ളൂ സാർ. 400 പേരെ പങ്കെടുക്കുന്നുള്ളൂ, 26,000 പേരും അവിടെ വരണോ? ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ജീവനക്കാരുടെ ഒരു വിഷയം സമരമായി ചെയ്യുമ്പോൾ 5 ലക്ഷം സർക്കാർ ജീവനക്കാരും വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്താലേ നിങ്ങൾ അത് കേൾക്കുള്ളൂ? അങ്ങനെയാണോ അതിന്റെ ന്യായം? സാർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സാർ, അതുമായി ബന്ധപ്പെട്ട് നിലവിൽ 1550 കോടി രൂപയാണ് ആശുപത്രികൾക്ക്, സ്വകാര്യ ആശുപത്രികൾക്ക് കുടിശ്ശികയായി. പിന്നെ മൊത്തത്തിൽ കുടിശ്ശിക 1550. അതിൽ സ്വകാര്യ ആശുപത്രികൾക്ക് 350 കോടി, സർക്കാർ ആശുപത്രികൾക്ക് 1200 കോടി. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു അതിലൊരു പ്രശ്നമില്ലെന്നാണ്. സാർ, ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ
1550 കോടി രൂപ കുടിശ്ശികയായത് കാരണം സ്വകാര്യ ആശുപത്രികൾ ആ രോഗികളെ അതിൽ ഉൾക്കൊള്ളുന്നില്ല. സർക്കാർ ആശുപത്രികൾ ഇത് പ്രതിസന്ധിയിലാവുകയും ചെയ്തു. സാർ, മരുന്ന് സംഭരണം ബഹുമാനപ്പെട്ട PK ബഷീർ MLAക്ക് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ തന്നെ 700 കോടി രൂപ മരുന്ന് സംഭരണവുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയുണ്ടെന്ന് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. സാർ, 2024 284 കോടി രൂപ, 25 383 കോടി രൂപ, മുൻപുള്ള വർഷങ്ങളിലൂടെ കൂട്ടി ഏതാണ്ട് 700 കോടി രൂപ മരുന്ന് സംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കുടിശ്ശികയാണ്. സാർ, അത് കാരണം പ്രധാനപ്പെട്ട കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കാൻ വരുന്നില്ല. ആശുപത്രികളിൽ മരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാത്തതിന് പേരിൽ അവിടുത്തെ MPയും ഡോക്ടർ MK മുനീറും ജനപ്രതിനിധികളും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ നിരാഹാര സമരം നടത്തിയില്ലേ സാർ? തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ പത്രത്തിൽ, സാർ അങ്ങ് പറയുന്ന ഒരുപാട് മുമ്പത്തെയാണെന്ന്, ഇന്നത്തെ പത്രത്തിൽ മരുന്ന് ക്ഷാമത്തെ സംബന്ധിച്ച്, കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് ഒക്കെ വാർത്തകൾ ഇന്ന് തന്നെ വന്നിട്ടില്ലേ സാർ? സാർ, അതുകൊണ്ട് സാർ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഞാൻ ഈ വിഷയമല്ലാതെ ഒന്നും പറയുന്നില്ല സാർ. സാർ, ഇവിടെ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് സാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജാണ്. സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട്, പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ കോളേജാണ് സാർ. അവിടെയും അവസ്ഥ ദയനീയമാണ് സാർ. സാർ, എൻ്റെ ജില്ലയിലുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ്, സാറ് ലോകത്ത് ഏതെങ്കിലും ഒരാശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ അവിടെ സൗകര്യമില്ല. വയനാടും അങ്ങനെ തന്നെയാണെന്ന് IC ബാലകൃഷ്ണൻ പറയുന്നു. സാർ, അത് കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ് സാർ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സാർ കാലത്ത് തുടക്കം കുറിച്ചതല്ലേ സാർ? സാർ, ഇത് ഞാൻ 2 മിനിറ്റ് എടുക്കത്തുള്ളൂ സാർ. മന്ത്രി ആദ്യത്തെ തന്നെ 13 മിനിറ്റ് പറഞ്ഞു, ഇനി അദ്ദേഹത്തിന് 15 മിനിറ്റ് കിടക്കുകയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് സാർ 2 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഞാൻ വിഷയമല്ലാതെ ഒന്നും പറയുന്നില്ല സാർ. സാർ, ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് ശ്രീ രാഹുൽ മാങ്കൂട്ട ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞു. സാർ, ആ മെഡിക്കൽ കോളേജുകളെ ആകെ തകർത്തിരിക്കുകയാണ്. സാറ് അങ്ങ് ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ പറയുകയാണ് സാർ. അങ്ങ് ഇവിടെ പറഞ്ഞു ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കരുതെന്ന് സാർ. സാറ്, ഞാനൊരു സമരത്തിന്റെ പ്ലക്കാർഡിലെ ആവശ്യം വായിക്കാം. ജീവനക്കാരോടുള്ള മനുഷ്യത്വരഹിതമായ സമീപനം അവസാനിപ്പിക്കുക. ആശാ വർക്കേഴ്സിന്റെ സമരമല്ല സാർ, ഒരുപാട് കാലം മുമ്പൊന്നുമല്ല. എനിക്ക് മനസ്സിലായില്ല, അങ്ങ് ആവർത്തിച്ച് ഒരുപാട് കാലം മുമ്പുള്ള വിഷയം ഞാൻ കൊണ്ടുവന്നു. ഈ 18-ാം തീയതി അല്ലേ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാര് KGMOയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് പണിമുടക്കിയത്? 18, ഇന്നത്രയാ 24, 18-ാം തീയതി അങ്ങ് പറഞ്ഞു ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കരുതെന്ന്. സാർ, ആരാണ് സാർ തകർക്കുന്നത്? C&AG റിപ്പോർട്ട് എന്താണ്? Shortage of doctors against sanctioned post was noticed in all levels of hospitals under the modern system of medicine. The shortage was more severe in the case of specialist doctors. അതിൽ പറയുന്നു 1160 ഡോക്ടർ, 978 നഴ്സുമാര്, 716 പാരാമെഡിക്സ്, അങ്ങനെ 4430 അതർ സ്റ്റാഫ്. ഇത് ഞാൻ പറയുന്നതല്ല സാർ, C&AG കണ്ടെത്തിയ റിപ്പോർട്ടാണ്. അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് KGMOയെ ഇവിടെ സമരം ചെയ്യുന്നത്. സാർ, അങ്ങ് നിരന്തരമായി ഇടപെടുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് സാർ. സാറ്, ഞാൻ പറയട്ടെ സാർ, കേരളം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് കൊണ്ടാടിയ രോഗങ്ങൾ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരികയാണ്. ലോകത്തെവിടെയും ഏത് പുതിയ രോഗം വന്നാലും അത് പടരുന്ന നാടായി സ്വയം മാറുകയും ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ് സാർ. സ്വാതന്ത്ര്യത്തിന് മുന്നേ പുകൾപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ മാതൃക കേരള മോഡലിന് എന്തു പറ്റിയെന്ന് ആരോഗ്യ പ്രവർത്തകർ ചോദിക്കുകയാണ് സാർ. നിപ്പ, സിക്ക, ചെള്ളുപനി, കോളറ, ജപ്പാൻ മസ്തിഷ്ക ജ്വരം, ചിക്കൻ ഗുനിയ, വെസ്റ്റ് നൈൽ പനി, മങ്കി പോക്സ്, പന്നിപ്പനി, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, കരിമ്പനി, ഡെങ്കിപ്പനി, കൊരങ്ങുപനി എന്നിങ്ങനെ അപൂർവ രോഗങ്ങളുടെ തലസ്ഥാനമായി കേരളം മാറുകയാണ് സാർ. സാർ, ഞാൻ ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. നിർമ്മാർജ്ജനം ചെയ്തു എന്ന് നാം അഭിമാനിച്ച പകർച്ചവ്യാധികൾ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരികയാണ്. നിപ്പ ബാധകൾ തുടർച്ചയാണ്. പിടിച്ചുകെട്ടി, ആട്ടിപ്പായിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞ നിപ്പ 18 മുതൽ 24 വരെ 5 തവണ വന്നപ്പോൾ 21 പേരാണ് സാർ കേരളത്തിൽ മരിച്ചത്. എലിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 400 കഴിഞ്ഞു സാർ. ഇത്രമാത്രം സാക്ഷരതയ്ക്ക് കേൾവി കേട്ട പൊതുജനാരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനത്ത് തുടക്കത്തിൽ തന്നെ രോഗനിർണയം ചെയ്താൽ എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റാവുന്ന രോഗങ്ങൾ പോലും നിർബാധം മരണകാരിയാവുന്നു എന്നത് അമ്പരപ്പിക്കുന്നതാണ് സാർ. അതുകൊണ്ട് രോഗനിർണയത്തിലും യഥാസമയം നൽകേണ്ട ചികിത്സയിലും നാം അടിമുടി പരാജയമാണെന്നതിന്റെ സംസാരിക്കുന്ന തെളിവുകളാണ് സാർ ഇതെല്ലാം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ.